ഇറാൻ ഇസ്രായേൽ യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിച്ചെങ്കിലും പശ്ചിമേഷ്യയിലെ ചെങ്കടൽ മറ്റൊരു യുദ്ധത്തിന് വേദിയാകുകയാണ്. അടുത്തൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരാഴ്ചക്കിടെ ഇസ്രായേലിലേക്ക് പുറപ്പെട്ട 2 വാണിജ്യ കപ്പലുകളാണ് ചെങ്കടൽ വെച്ച് ഹൂതികൾ തകർത്ത് മുക്കിക്കളഞ്ഞത്. മാജിക് സീസ്, എറ്റേണിറ്റി സീ എന്നീ 2 കപ്പലുകൾ ഇസ്രായേലിലേക്ക് പോകുകയായിരുന്നു. ലോകത്തെ ഏറ്റവും സജീവമായ ചരക്ക് ജലഗതാഗത മാർഗമാണ് ഇപ്പോൾ ചെങ്കടലിലേത്. ലോകത്തെ 15% ചരക്ക് ഗതാഗതവും ഇതുവഴിയാണ്. അതുപക്ഷേ ലോകത്തിന് ചില പശ്ചിമേഷ്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് വളരെ നിർണായകമാണ് ഈ ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം. ഇറാൻ ആധിപത്യമുള്ള ചെങ്കടലിൽ ഇസ്രായേൽ യുദ്ധമുണ്ടായപ്പോൾ ഇറാനോട് ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഗത്യന്തരമില്ലാതെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനെ ആക്രമിക്കുന്നത് കടുപ്പിക്കുന്നതിൽ നിന്നും പിന്മാറേണ്ടി വന്നത്. ഈ ആഴ്ച ആദ്യം തകർത്തത് മാജിക് സീസ് എന്ന കപ്പൽ. അതിലെ ജീവനക്കാരെ ബന്ദികളാക്കിയ ശേഷം കപ്പൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. രണ്ടാമത്തെ കപ്പൽ എറ്റേണിറ്റി സീ, അത് ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് തകർത്തത്. 2 ആക്രമണങ്ങളുടെ വീഡിയോയും ഹൂതികൾ പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ ഗാസയിൽ പിടിമുറുക്കിയ 2023 മുതലാണ് ഹൂതികൾ ചെങ്കടലിൽ തങ്ങളുടെ സാന്നിധ്യവും ഇസ്രായേലിനുള്ള സൂചനയുള്ള ആക്രമണങ്ങളും കടുപ്പിച്ചത്. ഇതുവരെ 70 വാണിജ്യ കപ്പലുകൾ ഹൂതികൾ ചെങ്കടലിൽ തകർത്ത് മുക്കിയിട്ടുണ്ടെന്നാണ് വിവരം. യമനിലെ ഷിയ മുസ്ലിം വിഭാഗമാണ് ഈ ഹൂതി. 92-ൽ അൻസാറുള്ള എന്ന പേരാണ് ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂതി സെയ്ദിന്റെ നേതൃത്വത്തിൽ ഷിയകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടതും അതിപ്പോൾ സായുധ ഹൂതി സേനയായി മാറിയതും. പശ്ചിമേഷ്യയുടെ ഗതി നിയന്ത്രിക്കുന്ന യമനിലെ മുഖ്യ വിമത ഘടകമായി മാറിയിരിക്കുന്നു ഹൂതികൾ. യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിഭാഗം അവരെ ഇപ്പോൾ തൊടാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വരെ പേടിയാണ്. എന്തിന്, സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾക്കും പേടിയാണ്. കാരണം ഇസ്രായേലുമായുള്ള ബന്ധം കാരണമാണ് ഹൂതികൾ സൗദിക്കെതിരെ തിരിയുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന അധിനിവേശങ്ങളിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിമത സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങിയത്. ചെങ്കടലിലല്ലാതെ മറ്റ് ജലപാതകൾ ഉപയോഗിക്കുന്നത് ആഗോള കപ്പൽ ഏജൻസികൾക്ക് കനത്ത നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തും ഈ പാത അവർ തിരഞ്ഞെടുക്കുന്നു. ഇതോടെ ഇതുവഴി പോകുന്ന കപ്പലുകളുടെയും ജീവനക്കാരുടെയും ഇൻഷുറൻസ് പരീക്ഷ വരെ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെങ്കടലിനെ ഒരു ജിയോ പൊളിറ്റിക്കൽ ആയുധമാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഹൂതികൾ. കാരണം പശ്ചിമേഷ്യയിൽ ഇറാൻ എന്ത് പറയാനുണ്ട്, അത് ഹൂതികൾ ചെങ്കടലിൽ ചെയ്ത് കാണിക്കും. ഇസ്രായേലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ ചരക്കുകൾ ഇതുവഴി പോകണ്ട എന്ന കടുത്ത നിലപാടാണ് ഹൂതികളുടേത്. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളാണ് അവർ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത്. ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുമ്പോൾ കമ്പനി പലപ്പോഴും ആ തുക നൽകി ജീവനക്കാരെ വ്യക്തിപരമായി രക്ഷപ്പെടുത്തുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഹൂതികൾ തങ്ങളുടെ തന്ത്രങ്ങൾ അല്പം കൂടി മാറ്റിയിരിക്കുന്നു. ചെങ്കടലിലെ ആധിപത്യം പ്രാദേശികമായി ഹൂതികൾക്ക് ഇതുവരെയുള്ള വിജയ തന്ത്രങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അതിനുമപ്പുറം ഇറാനൊപ്പം നിന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തി കാട്ടാനുള്ളൊരു വേദി കൂടിയായിരിക്കുന്നു ഈ ചെങ്കടൽ ഹൂതികൾക്ക്. എന്തായാലും കപ്പലുകൾ ആക്രമിച്ച് ജീവനക്കാരെ ബന്ദിയാക്കുക എന്നതൊക്കെ പഴയ കഥയെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ആ കപ്പൽ അങ്ങ് നശിപ്പിച്ച് കടലിൽ മുക്കിക്കളഞ്ഞ് തങ്ങളുടെ ശക്തി ഒന്നുകൂടി കാട്ടുകയാണ് ഇപ്പോൾ ചെങ്കടലിൽ ഹൂതികൾ. കാരണം ഇറാൻ അവർക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നടപടിയെടുത്താലും ഹൂതികൾക്ക് ഒരു ഭയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിലേക്കും ഇസ്രായേലിലുമൊക്കെ ഒരേ സമയം ഹൂതികൾ കനത്ത മിസൈൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്.